യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഒന്നും പറയുന്നില്ല ഗൈസ്. ഇപ്പോൾ ഈ നിഖിൽ ഭരദ്വാജ് എന്ന് പറഞ്ഞ ഈ ചെങ്ങായി വീണ്ടും മെസ്സേജ് അയച്ചിരിക്കുകയാണ് അഭിചാറ്റർജി. എങ്ങനെയൊക്കെ ഫാൻസിനെ ഫ്രസ്ട്രേറ്റ് ചെയ്യാമോ ആ രീതിയിലാണ് ഈ കണാപ്പന്മാർ ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നതാണ്. നമ്മളൊന്ന് കൂളായി വരുമ്പോഴത്തേക്ക് ഈ ചെങ്ങായിമാർ പിന്നെയും കത്തിക്കുകയാണെന്ന് തന്നെ പറയാം. അപ്പം അവന്മാരുടെ കുഴി തന്നെയാണ് തോണ്ടുന്നതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ നിഖിൽ ഏട്ടായി പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല. ഇപ്പം ഞങ്ങൾ മാനേജ്മെൻറ്റിന് മാത്രം എന്തുകൊണ്ടാണ് പറയുന്നത്, ഇവാനും കൂടി നിങ്ങൾ പറ എന്നാണ് ചെങ്ങായി പറയുന്നത്. ഇവാൻ വൊക്കോവിച്ചിനെ പറ്റിയിട്ട് ഇങ്ങനെയൊക്കെ പറയും ചെങ്ങായിമാർക്ക് എങ്ങനെയാണ് നാണം ഉണ്ടായതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ വീഡിയോയിലൂടെ അവന്മാരുടെ കള്ളത്തരം ഞാൻ ഇന്ന് തന്നെ പൊളിക്കുമെന്നുള്ളതാണ്. ഇവാൻ വൊക്കോവിച്ചിനെ പറ്റിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഈ നിഖിലേട്ടായി പറയുന്നത് ഇവാൻ വൊക്കോവിച്ച് കാരണമാണ് പെരേര ഡിയാസ് പോയതെന്നാണ്. പെരേര ഡിയാസ് പോകാൻ കാരണം ഇവാൻ വൊക്കോവിച്ചാണെന്നും, അതായത് പെരേര ഡിയാസ് ക്ലബ്ബ് വിടുന്നത് പുള്ളിക്ക് ക്ലബ്ബ് വിടാൻ താല്പര്യമുണ്ടായിരുന്നു എന്നും ഇവാൻ വൊക്കോവിച്ച് അതിന് സമ്മതിച്ചു എന്നുമാണ്. ഇത് എങ്ങനെ കള്ളത്തരമാകുമെന്ന് ഞാൻ ഇപ്പം പറഞ്ഞുതരാം. ഇവർ ഇവാൻ വൊക്കോവിച്ചിനെ പറ്റിയിട്ട് കള്ളത്തരമാണെന്ന് പറഞ്ഞതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് അപ്പോസ്റ്റലസ് ജിയാനോയാണ് ഡയാസിന് പകരം വന്നത്. എന്നാൽ ഈ ഒരു അപ്പോസ്റ്റലസ് ജിയാനോനെ സൈൻ ചെയ്ത സമയത്ത് നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടറും മാനേജ്മെൻറ്റും എന്താ പറഞ്ഞത്, ഞങ്ങൾ ഈ ആളെ 4 വർഷം മുന്നേ, അതായത് 4 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൽക്കോ ഷട്ടോരിക്ക് മുന്നേ നമ്മൾ ആ പ്ലെയറിനെ നോട്ടം ഇട്ടിട്ടല്ലേ, എന്താ പറയുക, ആ പ്ലെയറിനെ മാനേജ്മെൻറ്റ് നോട്ടം ഇട്ടിട്ടുണ്ട്. 4 കൊല്ലമായിട്ട് ആ പ്ലെയറിൻ്റെ പിന്നാലെയായിരുന്നു. എന്നിട്ട് കിട്ടാണ്ട് വന്നപ്പോഴാണ് ഡയാസിനെയും ഇങ്ങനത്തെ പ്ലെയേഴ്സിനെയൊക്കെ സൈൻ ചെയ്തുകൊണ്ടിരുന്നത്. അവസാനം അപ്പോസ്റ്റലസ് ജിയാനോനെ കിട്ടി 2022 ഡയാസിനെ ഒഴിവാക്കി സൈൻ ചെയ്തു എന്ന് ഇവർ തന്നെയല്ലേ പറഞ്ഞത്. പിന്നെ അതെങ്ങനെ ഇവാൻ വൊക്കോവിച്ചിൻ്റെ ഒരു ആവശ്യമാകുമെന്ന് എനിക്ക് മനസ്സിലാവില്ല. കള്ളത്തരമാണ്. കള്ളത്തരം പറയാൻ പോലും അറിയില്ല എന്നുള്ളതാണ്. പെട്ടെന്ന് പൊളിഞ്ഞു പോകുന്ന കള്ളത്തരമൊക്കെയാണ് ഇവന്മാർ പുറത്ത് വിടുന്നതാണ്. നാണുണ്ടോ അവർക്കെന്ന് പറയാം. അപ്പോൾ നിഖിലേട്ടായി പറഞ്ഞതൊക്കെയാണ്. നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ട്. പോടാ മോനെ എന്ന് എനിക്ക് വിളിക്കാൻ നല്ല ദേഷ്യമുണ്ട്. നിഖിൽ പൂ മോനെ. ഇപ്പോൾ തന്നെ ഈ ചെങ്ങായിനെ സത്യം പറഞ്ഞാൽ കക്കൂസിൽ മറ്റേ ഉണ്ടല്ലോ കഴുകണ സാധനം, അതായിട്ട് യൂസ് ചെയ്യുക ചെങ്ങായിനെ എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ ഇങ്ങനത്തെ കുണച്ച വർത്തമാനം പറയുന്നത് നിർത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളൂ. ഇവാൻ വൊക്കോവിച്ച് ഉള്ളതുകൊണ്ടാണ് നിൻ്റെയൊക്കെ പേര് കുറച്ച് കാലമെങ്കിലും നിലനിന്നതെന്ന് ഈ നീലാട്ടായി ഓർക്കട്ടെ. അടുത്തത് മിസ്റ്റർ ചാറ്റർജി ഏട്ടൻ പറഞ്ഞൊരു കാര്യമാണ്, ഇത് കോമഡിയാണ്. ഇയാൾ പറഞ്ഞതെന്താ വെച്ചാൽ, നമ്മളുടെ ടീമിന് ഇൻറ്റൻസിറ്റി യാതൊരു കുഴപ്പമില്ല, പക്ഷെ പ്ലേയേഴ്സ് 100% കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ്. അപ്പം ഇയാൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ചെറിയ സ്കോറിനാണ് തോക്കുന്നത്, ചെറിയ മിസ്റ്റേക്കുകളാണ്. നമ്മൾ 6-1 തോൽക്കുന്നില്ലല്ലോ, 5-1 തോൽക്കുന്നില്ലല്ലോ. എൻ്റെ പൊന്നി ചാറ്റർജി, നിനക്ക് ഇതൊക്കെ പറയാൻ നാണമുണ്ടോടാ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നിനക്കിത് പറയാൻ എന്ത് അർഹതയുള്ളത്? കാരണം കളി മൊത്തം ഒരു 5 കളി തോറ്റിരിക്കുമ്പോൾ 4 കളി തോറ്റിരിക്കുന്ന സമയത്ത്, റോയൽ തോറ്റിരിക്കുന്ന സമയത്ത് നിനക്കിതിങ്ങനെ വന്ന് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? ഇവിടെ എന്ത് നാളില്ലാത്ത വർത്താനാണ് ഇവർ പറയുന്നത് എനിക്ക് മനസ്സിലല്ല. 4 കളി തോറ്റിട്ട് നിൽക്കുമ്പോൾ ഇമ്മാരി കുണച്ച വർത്താനം പറയരുത്. 6 ഗോളൊന്നും തോറ്റില്ലല്ലോ. തോൽവി ചെങ്ങായി എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല, നമ്മുടെ പ്ലേസിനൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല എന്നുള്ള കാര്യത്തിൽ 100% ഉറപ്പാണ്. അവർ 100 കൊടുത്തിട്ടില്ല എന്നുള്ള കാര്യം അത് നീ പറയേണ്ട തന്നെ നമുക്കറിയാം എന്നുള്ളതാണ്. അപ്പോൾ ടീമിന് തന്നെ കുഴപ്പമുണ്ട്. ടീമിന് കുഴപ്പമില്ലാന്ന് സ്ഥാപിക്കാനാണ് ഈ ചെങ്ങായിമാർ ശ്രമിക്കുന്നത്. മാത്രമല്ല, ഈ ചെങ്ങായി പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, അഭിചാറ്റർജി പറഞ്ഞിട്ടുണ്ട് ISL റിലഗേഷനിൽ നമ്മൾ പെടൂല, ISL റിലഗേഷനിൽ ബ്ലാസ്റ്റേഴ്സ് പെടൂല, ബ്ലാസ്റ്റേഴ്സ് റിലഗേറ്റ് ആവില്ല എന്നുള്ള ഉറപ്പാണ് ഈ ചാറ്റർജി ഏട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങാനും റിലഗേറ്റായ മര്യാദയ്ക്ക് നിഖിലെ എല്ലാവരും കൂടി പെട്ടിയും തൂക്കി പുറത്തിറങ്ങിക്കൊള്ളി പൊന്നു മക്കളെ, അല്ലെങ്കിൽ നമ്മൾ തന്നെ നിങ്ങളെ പുറത്ത് ചാടിക്കുമെന്നുള്ളതാണ്. ഞങ്ങളെ ഇവാൻ വൊക്കോവിച്ച് എന്ന് പറഞ്ഞ ഈ കോച്ചിനെ തിരിച്ചു കൊണ്ടുവരണം. അതെന്തായാലും നടക്കൂല ഈ മാനേജ്മെൻറ്റിലുള്ളിടത്തോളം കാലം എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇനി എന്തായാലും മെയിനായിട്ട് ഇവരെ പറ്റിയിട്ട് കുറേ വീഡിയോകൾ തന്നെയാണ് ഞാൻ ഇടാൻ പോകുന്നത്. കാരണം അത്രയും ഫ്രസ്ട്രേഷൻ ഉണ്ട്. കാരണം ഒരാളെ പറ്റി ഇല്ലാത്തതാണ് ഉണ്ടാക്കി പറയുന്നത്. കാരണം അത് കള്ളത്തരാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇവരെല്ലാം കൂടി ഇവാൻ്റെ നെഞ്ചത്ത്. ബൈ.